ഹലോ മച്ചന്മാരെ, അങ്ങനെ പതിവ് പോലെ വീണ്ടും പുതിയൊരു വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്നാമത്തെ ആഴ്ച കടന്നിരിക്കുകയാണ്, പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ക്രിസ്മസ് റിലീസൊക്കെയാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഏകദേശം കഴിഞ്ഞ ആഴ്ച ഏകദേശം 9ഓളം മലയാള ചിത്രങ്ങൾ മാത്രമാണ് റിലീസ് ചെയ്തത്. പക്ഷേ ഈ ആഴ്ച ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ വരുന്ന 15-ാം തീയതി ആകുമ്പോൾ വളരെ അധികം ചിത്രങ്ങൾ തള്ളിക്കയറ്റം കുറവാണ്. അത് നമ്മൾ പതിവ് പോലെ തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ആഴ്ച മാത്രമായി തമിഴിൽ നിന്ന് 2 ചിത്രവും ഒരു ഹിന്ദി ചിത്രവും അതുപോലെ മലയാള ചിത്രമാണ് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാം ചിത്രം നമുക്ക് മലയാളത്തിൽ തന്നെ നോക്കാം. ബുള്ളറ്റ് ഡയറീസ് എന്നാണ് മൂടെ പേര്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു പ്രോമിസിംഗ് ആയി തോന്നി. കാരണം ധ്യാനിൻ്റെ വോയിസ് ഓവറും അതുപോലെ തന്നെ ഈ ചളിയും അതുപോലെ തന്നെ ഈ സ്മൂട്ടൻസും ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ട്രെയിലർ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രഞ്ജി പണിക്കർ, പ്രിയാക മാർട്ടിൻ തുടങ്ങിയവരൊക്കെ ഉണ്ട്. ഒരു ബുള്ളറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബുള്ളറ്റ് ലവേഴ്സിന് വേണ്ടി ചിത്രം തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് കണ്ടപ്പോൾ. എന്തെങ്കിലും ഒരു പക്ഷേ നല്ലൊരു പോസിറ്റീവ് റിവ്യൂ കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കാൻ ചാൻസ് ഉണ്ട്. ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി എന്തായാലും അതിൻ്റെ ട്രെയിലറൊക്കെ നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. കാണാത്തതുകൊണ്ടൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ അന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു തമിഴ് ചിത്രമാണ് കണ്ണകി എന്നാണ് മൂടെ പേര്. ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു ബയോഗ്രഫി മൂവി തന്നെയാണ് കണ്ണകി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ചിത്രം തന്നെയാണ്. അതിൽ പോസ്റ്റേഴ്സ് കണ്ടതാണ് നമുക്കറിയാം. ശക്തമായി എന്തോ സബ്ജക്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ വെറും അടിമകളല്ല എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചിത്രമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കണ്ണകി റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് നാളെ. അതുപോലെ അന്ന് റിലീസ് ചെയ്യാൻ വേണ്ട മറ്റൊരു മൂവിയാണ് ഫൈറ്റ് ക്ലബ്ബ് എന്നാണ് മൂവിയുടെ പേര്. ഇതിൻ്റെ നായകനായിട്ട് വരാൻ നമ്മുടെ ഉറിയടി 1 2 നായകനെ അവതരിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അറിയാം, എങ്കിൽ പോലും ഫൈറ്റ് ക്ലബ്ബ് അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് നൽകുന്ന ചിത്രം തന്നെയാണ് പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഉറിയടി 1 ആയാലും 2 ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നല്ല ചിത്രം തന്നെയായിരുന്നു. ഞാൻ എന്തായാലും ഒരു ഫേവറേറ്റ് നല്ല ചിത്രം തന്നെയാണ് ഉറിയടി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയൊക്കെ. അപ്പോൾ എന്തായാലും ഫൈറ്റ് ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ നല്ല ചിത്രം തന്നെ, ഒരുപാട് ആരാധകർ കാത്തിരിക്കുന്ന മൂവി തന്നെയാണ് നമ്മുടെ ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അന്നേ ദിവസം തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മൂവി, ഒരു ഹിന്ദി മൂവിയാണ്, റൊമാൻറ്റിക് ത്രില്ലർ മൂവി എന്നാണ് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ഫീറ്റ് ലവ്ഡ് എന്നാണ് മൂവിയുടെ പേര്, റെഡ് എന്നാണ് മൂവിനായിട്ടുള്ള പേര് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരം ചിത്രങ്ങളാണ് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഈ ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും അടുത്ത ആഴ്ച നമ്മുടെ ക്രിസ്മസ് റിലീസായിട്ട് നമ്മുടെ നേര്, സലാർ, ഡുങ്കി എന്ന് പറഞ്ഞ മൂവികൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ചിത്രത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ക്രിസ്മസിന് മുമ്പോടിയായിട്ടൊരു ശാന്തത തന്നെയായിരിക്കും ഈ ആഴ്ച എന്ന് കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായി. കാരണം വലിയ ചിത്രങ്ങളൊന്നും തന്നെ റിലീസിനില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച വളരെയധികം ഈ ചിത്രങ്ങളെല്ലാം ഒരു 1 വീക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ എടുത്തിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത ആഴ്ച ക്രിസ്മസ് റിലീസുകൾ വരാൻ വേണ്ടി പോവാണ്. നമ്മുടെ ലാലേട്ടൻ്റെയും അതുപോലെ തന്നെ രാജുവേട്ടൻ്റെയും ചിത്രങ്ങളെല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സലാറും നേരും ഒക്കെ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണെന്ന് അറിയാം. ഞാൻ എന്തായാലും നേരും സലാറിനും വേണ്ടി കട്ട വെയിറ്റിംഗ് തന്നെയാണ്. നിങ്ങൾ ഈ ചിത്രം വേണ്ടി വെയിറ്റിംഗ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ആഴ്ചയും ഏറ്റവും നല്ല ചിത്രം നോക്കി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വേണ്ടി ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്തായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.